പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ പുതിയൊരു ദുരന്ത വാർത്തയാണ് കൺമണിയെ തേടി എത്തുന്നത്. കൺമണി രക്ഷപ്പെട്ട് വീട്ടിലെത്തി തൻ്റെ അച്ഛനെയും മനോജിനെയും ചെന്ന് കണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇതോടെ കൺമണിയുടെ അച്ഛൻ കൺമണിയോട്, കൺമണി, നിനക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ, കൃഷ് സാർ കൃത്യസമയത്ത് വന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നതാണ് സത്യം. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. കൃഷ് സാർ ആ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് രക്ഷപ്പെടാനായി സാധിച്ചത്. കൃഷ് സാറിനോടുള്ള എൻ്റെ കടപ്പാട് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കാൻ കൂടി എനിക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്തായാലും ഇനി കാര്യങ്ങൾ ശരിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ കൺമണിയോട് എങ്ങനെയാണ് കൺമണി ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റി അറിയിക്കുക എന്നറിയാതെ പകച്ചു പോവുകയാണ് കൺമണിയുടെ അച്ഛൻ. ഇതേ സമയം മനോജ് ആകട്ടെ കൺമണിയെ ചെന്ന് കണ്ട്, നിന്റെ തിരിച്ചുവരവിൽ വളരെയധികം സന്തോഷമുണ്ട് ചേട്ടന്. ചേട്ടൻ ഒരിക്കലും ആ കാര്യം മറക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ വിചാരിച്ചതുപോലെ അല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് തനിക്കറിയണം എന്ന് പറയുകയാണ് മനോജിനോട്. ഇതോടെ മനോജ് എന്തു പറയും എന്നറിയാതെ ആകെ പകച്ചു പോവുകയും ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്നു. അച്ഛാ, എന്താണ് ഈ വീട്ടിൽ എന്നിൽ നിന്ന് ഒളിക്കുന്ന ഒരു രഹസ്യമുണ്ടല്ലോ, അത് എനിക്കറിയണം. അതിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കണം. അച്ഛാ, സത്യം പറ, എന്താണ് കാര്യം? ഇത് കേട്ടതിനെ തുടർന്ന്, അത് പിന്നെ മോളെ, അച്ഛ പറയേ, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നമ്മൾ ഇതുവരെ നേരിട്ടതല്ലേ. ഞാൻ എന്തായാലും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ. നീ വിചാരിച്ചതുപോലെയല്ല, വീട് ജപ്തി ചെയ്യുന്നതിനായി ബാങ്കുകാർ വന്നിരുന്നു. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. മറ്റു വഴികൾ ഒന്നും തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വരുൺ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തത്. വരുൺ പറഞ്ഞതുപോലെയോ? വരുൺ എന്താണ് പറഞ്ഞത്? എന്താ ഉണ്ടായതച്ചാ? കാര്യം പറ. അത് പിന്നെ മോളെ, എനിക്ക് വരുണിന്റെ കയ്യിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പൈസ വാങ്ങേണ്ടതായി വന്നു. അതിനു പകരമായി അവൻ ഈ വീടിന്റെ ആധാരം അവന്റെ പേരിലേക്ക് തീരാധാരമായി എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ വരുണിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നല്ലേ? അതേ മോളെ, മറ്റു മാർഗം ഒന്നും തന്നെ അച്ഛൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്തുകൊണ്ടാണ് മനോജേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാഞ്ഞത്? മനോജേട്ടൻ അറിയാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുക? മോളെ, മനോജും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. മനോജ് കൂടെ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യം ചെയ്തു കൊടുത്തത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് കൺമണി. 4 വർഷത്തു നിന്നും ഇപ്പോൾ
ട്രാപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയാണ് തനിക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൺമണി ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയമാകട്ടെ പുതിയ നീക്കങ്ങളുമായി വരുൺ മുന്നിലേക്ക് വരികയാണ്. കൺമണിയെ ചെന്ന് കാണുന്ന വരുൺ വിവാഹത്തിന്റെ കാര്യങ്ങൾ അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് കൺമണി. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ കൃഷിനെ ചെന്ന് കണ്ട് അറിയിച്ചിരിക്കുകയാണ് കൺമണി. പൈസയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തിരിച്ചടിക്കുന്നതിനായി കൺമണിയെ സഹായിക്കാൻ കൃഷ് തയ്യാറാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.